ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ പോയട്രി ആണ് കേട്ടോ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ പോയട്രിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നസീം ഇസീക്കൽ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആൾ. നസീം ഇസീക്കൽ ഒരുപാട് ക്വസ്റ്റ്യൻ മുന്നേ വന്നിട്ടുണ്ട്. ഹി വാസ് എ വാട്ട് ജൂയിഷ് പോയറ്റാണ് കേട്ടോ. ഒരു ജൂയിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂതന്മാരുണ്ടല്ലോ അതുപോലെ ആ ഒരു ഇന്ത്യൻ ഓതറാണെങ്കിലും ഹി വാസ് എ ജൂയിഷ് ഇന്ത്യൻ പോയറ്റാണ്, അത് മറന്നു പോയത്. പിന്നെ ബിലോങ് ടു മുംബൈസ് മറാത്തി സ്പീക്കിംഗ് ജൂയിഷ് കമ്മ്യൂണിറ്റി നോൺ ആസ് ദി ബെനെ ഇസ്രായേൽ. അതും ഓർത്ത് വെക്കണം. ഈസ് ഫ്രം ദി ബെനെ ഇസ്രായേൽ കമ്മ്യൂണിറ്റിയാണ്. എസേക്കിയൽസ് പോയട്രി ഈസ് ദ പോയറ്റ് ഓഫ് മൈനോറിറ്റി ദാറ്റ് ഈസ് പെയിൻഫുള്ളി അവെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി. അതായത് ഇയാളുടെ വർക്കുകളൊക്കെ ഒരു കുറച്ചും കൂടി നമ്മുടെ സൂപ്പർസ്റ്റീഷ്യസ് കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന കുറേ നൈറ്റോസ്കോപ്പി എന്ന് പറഞ്ഞ വർക്ക് പഠിക്കുകയാണ് നമുക്കിത് ടെക്സ്റ്റ് ബുക്ക് ഇതിൽ. അതിന് മെയിൻ പോയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ക്യാഷ് എന്ന് വേറെ പോയുണ്ട്. ഇത് രണ്ടിലും പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന സൂപ്പർസ്റ്റീഷ്യസ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നൊരു പോയമാണ് ഈ നസീം ഇസീക്കലിൻ്റെ നമ്മുടെ നൈറ്റ് ഓഫ് സ്കോർപ്പിയൻ ആൻഡ് ഓൾസോ ദി ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി. അത് അയാളുടെ ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. അതാണ് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം. പിന്നെ ഇയാൾക്ക് റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇൻ 1983 ഫോർ ലേറ്റർ ഡേ സാംസ് ആൻഡ് പത്മശ്രീ ഇൻ 1988. അത് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ വിച്ച് വർക്ക് ഹി ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ്? ലേറ്റർ ഡേ സാംസ് ആണ് കേട്ടോ. ലേറ്റർ ഡേ സാംസ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് എഡിറ്റഡ് മെനി ജേണൽസ് ഇൻക്ലൂഡിങ് ക്വസ്റ്റ് കോൺട്രാക്റ്റഡ് അൾഷിമേഴ്സ് ഡിസീസ് ഇൻ ഹിസ് ഓൾഡ് ഏജ്. അൾഷിമേഴ്സ് ഡിസീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡിൽ നിന്ന് ഓർത്ത് വെക്കേണ്ടത് ഹി ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1988 ആൻഡ് ഓൾസോ 1983 ഫോർ ദി വർക്ക് വിച്ച് വൺ ലാറ്റർ ഡേ സാംസ് എന്ന് പറഞ്ഞൊരു വർക്കിന് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹി വാസ് ജൂയിഷ് പോയറ്റ് ആൻഡ് ഹി ബിലോങ് ടു ബെനെ ഇസ്രായേൽ കമ്മ്യൂണിറ്റി. അതും കൂടെ ഒന്ന് ഓർമ്മയിലുണ്ടായിക്കോട്ടെ, മറന്നു പോകണ്ട. പിന്നെ എഡിറ്റഡ് മെനി ജേണൽസ് ഇൻക്ലൂഡിങ് ക്വസ്റ്റ്. Ezekiel is acclaimed as the father of post-independence Indian English verse. He is modern of poet of modern era presenting the ഇയാൾക്ക് വേറെ പേരും കൂടെ പറയും. നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പയനീർ അല്ലെങ്കിൽ അതൊരു മെയിൻ ഫിഗർ ആയിരുന്നു ആര്? പോയട്രിയുടെ കേട്ടോ, വേറൊന്നുമില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ഒരു ഫാദർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്നൊരു പോയറ്റാണ് ആര്? നസീം ഇസീക്കൽ എന്ന് പറഞ്ഞ ഇയാൾ. ഹീസ് പോയട്രി എമേജസ് ഫ്രം എ സെൽഫ് ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ മേജർ വർക്ക്സുകൾ ഓർത്ത് വെക്കണം. ഇതിൽ ഒരു 2-3 വർക്ക് ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ വർക്കുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ ഏതാണ് എക്സാക്ട് നെയിം. അതുപോലെ തന്നെ ലാറ്റർ ഡേ സാംസ്, കളക്റ്റഡ് പോയംസിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. ഈ നൈറ്റ് ഓഫ് സ്കോപ്പിൽ കളക്റ്റഡ് പോയംസിലാണ്. അതുപോലെ തന്നെ പിന്നെ ടൈം ടു ചെയ്യുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിന് ഓർത്ത് വെക്കേണ്ടത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊരു പോയല്ല, ഒരു പ്രോസ് വർക്കാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഡിസ്കവറി ഓഫ് മാൻ, ദെൻ ലാറ്റർ ഡേ സാംസ്, കളക്റ്റഡ് പോയംസ് ഒക്കെ ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. പിന്നെ മേജർ പോയംസ് ആണെങ്കിൽ അദ്ദേഹത്തിന് നൈറ്റ് ഓഫ് സ്കോർപ്പിയോൻ, പിന്നെ പോയറ്റ് ലവർ, ബേർഡ് വാച്ചർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റർ ഡേ സാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റർപ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗുഡ് ബൈ പാർട്ടി ഓഫ് മിസ് പുഷ്പ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇയാൾ എഴുതിയ വർക്കാന്ന് ഓർമ്മ മാത്രം ഉണ്ടായത്, പറയാൻ അപ്പുറത്തേക്കൊന്നും വേണ്ട. നൈറ്റ് ഓഫ് സ്കോർപ്പിനെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പോയറ്റ് ലവർ, ബേർഡ് വാച്ചർ, ലാറ്റർ ഡേ സാംസ്, എൻ്റർപ്രൈസ്, ഇത്രയാണ് ഓർത്ത് വെക്കേണ്ട വർക്കുകൾ. പിന്നെ പ്ലേസ് ഇയാൾ കുറച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 പ്ലേ, ആകെ ഇയാൾ എഴുതിയ 3 പ്ലേകൾ മാത്രമാണ്. ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നളിനി, മാരേജ് പോയം, ദ സ്ലീപ്പ് വാക്കേഴ്സ്, ഇതാണ് കേട്ടോ ഈ 3 ഡ്രാമകൾ എഴുതിയിട്ടുണ്ടായത്. അതിൽ സ്ലീപ്പ് വാക്കേഴ്സിൽ ക്യാരക്ടർ ഒന്ന് ഗാംഗുലിയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റ് ഓഫ് സ്കോർപ്പിയോനും ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോയം ഇവോക്സ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് സൂപ്പർസ്റ്റിഷൻ വിത്തിൻ അവർ സോഷ്യൽ സൈക്കി. എസേക്കിയൽ റീകോൾസ് എ നൈറ്റ് വെൻ ഹിസ് മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപ്പിയോൺ. ദ റെസ്പോൺസസ് to it reveal the character of everyone including the suffering mother's love. The father reacts like a skeptic and rationalist. ഇതെന്താ വെച്ചാൽ ഇതൊരു സൂപ്പർസ്റ്റീഷ്യസ്, അതായത് ഈ പോയിറ്റിൻ്റെ അമ്മ എന്തടിക്കും? തേളല്ല, എന്താണ് സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛന് വിശ്വാസി അല്ലായിരുന്നു. അതാണ് സംഭവം. അതായത് 10 മണിക്കൂർ, ടോട്ടൽ 20 മണിക്കൂറാവും. 10 മണിക്കൂർ കടിച്ചിട്ടും 10 മണിക്കൂർ അതിന് ശേഷം, അങ്ങനെ ഉള്ളൊരു സംഭവമാണിത്. അതായത് ഇന്ത്യയിലുള്ള സൂപ്പർസ്റ്റീഷ്യസ് കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഇയാളെന്തേലും ഇയാളുടെ അയൽവാസികളൊക്കെ വരും, അത് പറയുന്നുണ്ട് ലൈക്ക് സ്വാം ഓഫ് ബീസ്, അങ്ങനത്തെ ലൈക്ക് സ്വാം ഓഫ് ബീസ് അല്ല, വേറെ എന്തോ ഒരു മെറ്റഫർ വരുന്നുണ്ട് അവിടെ, ഒരു സിമിലി പറയുന്നുണ്ട്, അത് ഓർമ്മയില്ല കറക്റ്റ് എനിക്ക്. അങ്ങനെ ഇവർ വരും. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും? ഒന്നുകൊണ്ട് മാറാത്തതുകൊണ്ട് ഈ അച്ഛൻ എന്ത് ചെയ്യും? ലാസ്റ്റ് വിശ്വാസിയാവുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ വിശ്വാസിയായ അച്ഛൻ കുറച്ച് പാരഫിന്, കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു പോയത്തൊരു കഥ പോകുന്നത് കേട്ടോ.
അടുത്തത് സമ്മറി one night the poet mother was stung by a scorpion. 10 hours of rain had driven the scorpion to hide beneath a sack of rice. After causing unbearable pain to the mother was its sting, the scorpion escaped into the rain. The villagers came to express their sympathy and superstitious beliefs. They believed that whenever the scorpion moved, the poison would move into the mother's blood, causing pain. അതായത് ഈ സ്കോർപ്പിയൻ ഒരിക്കൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ സെയിം സമയത്ത് തന്നെ പോയിസണും തൻ്റെ ശരീരത്തിൽ മൂവ് ചെയ്ത് നല്ല വേദന ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ ചെയ്ത ഒരുപാട് പാപങ്ങളുണ്ട്, ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും നിങ്ങൾ സെക്കൻഡ് വേദനയോട് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിസ്റ്റമാണത് കേട്ടോ. ദേ സെർച്ച് ഫിലിംപ്പോൾ പിന്നെ ആ സ്കോപ്പിനെ നോക്കും, പക്ഷേ സ്കോപ്പിനെ കണ്ടിട്ടില്ല. They console the mother with the thought that her suffering will burn away from her sins. The poet's father is a rationalist and tried every curse and blessing, powder, herb and hybrid. ഇതെന്ത് ചെയ്യും, ഒരുപാട് സംഭവം ചെയ്ത് നോക്കും, ഇത് മാറാൻ വേണ്ടി ഒരുപാട് ശുശ്രൂഷകളും ഒരുപാട് ഇതൊക്കെ ചെയ്ത് നോക്കും. ഹെർബ്സ് എന്ന് പറഞ്ഞ മരുന്നുകളാണ് കേട്ടോ. ആസ് എ ലാസ്റ്റ് റിസോർട്ട് he even poured a little paraffin on the bitten part and put a match to it. The holy man came and performed it to alleviate the pain. The irony is that despite all this, the mother suffered for 20 hours. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു, 20 മണിക്കൂർ ആ അമ്മ എന്ത് ചെയ്തു, അത് ചെയ്തെന്ന് പറഞ്ഞത്. ഇത് ലാസ്റ്റ് ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ എൻഡ് ഷീ സെഡ്, താങ്ക് ഗോഡ് സ്കോർപ്പിയൻ പിക്ക് മീ ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. സ്കോർപ്പിയൻ എന്നെ പിടിച്ചിട്ടുള്ളൂ, എന്നെ കടിച്ചിട്ടുള്ളൂ, എൻ്റെ മക്കളെ വെറുതെ വിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ലൈനാണ് ഈ ഇത് എൻഡ് ചെയ്യുന്നത് കേട്ടോ, മറന്നു പോകണ്ട. പിന്നെ പോയിറ്റിൽ അവർ ബേർഡ് വാച്ച് ദ ബെസ്റ്റ് പോയിറ്റ്സ് വെയിറ്റ് ഫോർ വേർഡ്സ്. ഇത് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. അത് ഏത് വർക്കിലാണെന്നുള്ളത്. അപ്പോൾ ദ ബെസ്റ്റ് പോയിറ്റ് വെയിറ്റ് ഫോർ വേർഡ്സ്. ഇയാൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് പറയുന്നുണ്ട്, ദ പോയിം ഈസ് സംതിങ് ഫൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഈ നമ്മൾ ഈ എഴുതാനുള്ള ഒരു കഴിവെന്ന് പറയണത് ഈ നമ്മുടെ എന്തോ ഒരു ഇത് പറയണ്ടല്ലോ ഇയാളതിൽ, മറന്നു പോയല്ലത്. അത് നോക്കിയിട്ട് നാളെ പറഞ്ഞുതരാം. അത് വെറുതെ പറഞ്ഞിട്ട് കാര്യം, കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണത്. അത് നോക്കി നാളെ പറഞ്ഞുതരാം കേട്ടോ. Describe the slow movement of love and poetry at the end of which a poet is released from his suffering by the poetry he creates. Opening lines is to force a place and never to be still is not the way those who study birds or women, the best poets wait for words. And open some lines at all. പിന്നെ അതിൻ്റെ സമ്മതം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി വളരെ ഇമ്പോർട്ടൻറ്റ് പോയാണ്, ബിക്കോസ് കമ്മീഷൻഡ് പോയറ്റിക് ഓട്ടോബയോഗ്രഫി ഉണ്ട്. അതിൻ്റെ ഓട്ടോബയോഗ്രഫി വർക്കാണ് ബാക്ക്ഗ്രൗണ്ട് കാഷ് എന്ന് പറഞ്ഞ വർക്ക്. ഡിസ്ക്രൈബ്സ് ദി ചൈൽഡ്ഹുഡ്, സ്കൂൾ ഡേയ്സ്, സ്റ്റേ അബ്രോഡ്, റിട്ടേൺ ഹോം, മാരേജ്, ചേഞ്ച് ഓഫ് ജോബ്സ്. ഇതൊക്കെ പറഞ്ഞ വർക്കാണ് എന്ത് ബാക്ക്ഗ്രൗണ്ട് കാഷ് എന്ന് പറഞ്ഞ വർക്ക്. പിന്നെ പറഞ്ഞിട്ട് മേജർ പോയംസ്, ദ പ്രൊഫസർ. അത്രേ ഉള്ളൂ അയാളെ കുറിച്ച് നോക്കാൻ. അയാളെക്കുറിച്ച് കാര്യമായിട്ട് നോക്കിയിട്ട് ഇത്രയൊക്കെയാണ് അയാളെ മെയിൻ വർക്കുകൾ ആലോചിക്കുക മാത്രം കേട്ടോ. പിന്നെ അടുത്ത് ജയന്ത് മഹാപാത്ര. ജയന്ത് മഹാപാത്ര ഒരു ഫേമസ് ഇന്ത്യൻ റൈറ്ററാണ്. ബൈലിംഗ്വൽ പോയറ്റ് ആൻഡ് എസ്സേസ് ഫ്രം കട്ടക്, ഒഡീഷ, പാർട്ട് ഓഫ് ദി ട്രയോ ഓഫ് പോയറ്റ്സ് അലോങ് വിത്ത് എ കെ രാമാനുജൻ ആൻഡ് പാർത്ഥസാരഥി. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ട്രയോ പോയറ്റ്സ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ഈ 3 ആൾക്കാരാണ്. ആരൊക്കെയാണ്? ജയന്ത് മഹാപാത്ര, എ കെ രാമാനുജൻ ആൻഡ് ആർ പാർത്ഥസാരഥി. മറന്നു പോകണം കേട്ടോ, ചിലപ്പോൾ ഇതിലില്ലാത്ത ഒരാളെ തരും, എന്നിട്ട് ബാക്കി 3 ആളെ സെലക്ട് ചെയ്യാനുണ്ടാവും. പിന്നെ ഫേമസ് ജേർണൽ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് റിസീവ് ദി സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1981 ഫോർ റിലേഷൻഷിപ്പ് അതിന് വർക്കാണ്. ആ വർക്കിനാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഒരാൾക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് കേട്ടോ, മറന്നു പോകണ്ട. നോക്കണ്ട കാര്യമില്ല. അടുത്തത് മേജർ പോയിട്രി വേർഷൻ നോക്കണം കേട്ടോ. ഇതിൽ ഫസ്റ്റ് വണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ്, കാരണം ബിക്കോസ് ഇൻ ദിസ് വർക്ക് ഹി ഗോട്ട് ദ സാഹിത്യ അക്കാദമി അവാർഡ്. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ വർക്ക് നല്ല പുതിയ വർക്ക് ഇപ്പോൾ ഉള്ളത് റെയിൻ ഓഫ് റൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ റെയിൻ ഓഫ് റൈറ്റ്സും അതുപോലെ തന്നെ റിലേഷൻഷിപ്പും ഇമ്പോർട്ടൻ്റ്, ഓർത്തൊക്കെ മറന്നു പോകണ്ട. പിന്നെ ഹങ്കറും. അടുത്ത എ കെ രാമാനുജൻ. ആരാണ് എ കെ രാമാനുജൻ? എ കെ രാമാനുജൻ്റെ ഒരു വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു, നമ്മുടെ എന്താണ് ഒബീച്വറി. ഇത് പഠിക്കുകയാണെങ്കിൽ വർക്ക് ഒബീച്വറിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് നമ്മൾ പഠിക്കാനുള്ള വർക്കായിരിക്കും. ഡിഗ്രി സിലബസിൽ ഉണ്ടാവാനുള്ള വർക്കാണത്. പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ഒബീച്വറി. സൗണ്ട് ഇവിടെ കുട്ടികൾ വന്നു, ഞാൻ അങ്ങോട്ട് പുറത്ത്. മേജർ ഇന്ത്യൻ പോയറ്റ്, സ്കോളർ ആൻഡ് ഓതർ. ഒരു മിനിറ്റ്, ഇവിടെ ചെറിയ കുഞ്ഞു പിള്ളേർ വന്നു, KG കുട്ടികൾ. ഞാനിവിടെ അവരുടെ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് പിള്ളേർ വന്നു.
ആരെപ്പോഴൊക്കെ ജോയിൻ ചെയ്യുന്നത്? അക്ഷരാനഗർ. ഓക്കെ. അപ്പോൾ ഹി വാസ് ബോൺ ഇൻ മൈസൂർ. അത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കി പോയാൽ മതി കേട്ടോ, എല്ലാം കൂടി നോക്കി പോയിട്ട് കാര്യമില്ല. ഹിന്ദു പോയംസ് വന്ന പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹിന്ദു പോയംസ് ഒരു കളക്ഷൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് ഹിസ് പോയംസ് ആർ കോൾഡ് ഹിന്ദു പോയംസ്. അത് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ, ഓർമ്മ ശരിയാണെങ്കിൽ. അതോ അതിന് മുന്നത്തെ ഓർമ്മയില്ല. എ ബ്ലെൻഡ് ഓഫ് ദി ട്രഡീഷണൽ ആൻഡ് മോഡേൺ. നോക്കാം, നമുക്ക് ഇതൊക്കെ പഠിക്കണം. എന്തിനാ വെച്ചാൽ ഇതിനാണ് നമ്മൾ PG പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിയിൽ essay ക്വസ്റ്റ്യൻ അതൊക്കെ പഠിക്കണത്. പിന്നെ ഇപ്പോൾ ഇത് പഠിക്കാനുള്ള ഇപ്പം നിങ്ങൾക്ക് എന്താ സംസ്കാരം ഇമ്പോർട്ടൻറ്റ്. സംസ്കാരം എന്ന് പറയുന്നത് ഒരു അനന്തമൂർത്തിയുടെ നോവലായിരുന്നു. അത് ഇയാൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സ്ട്രൈഡേഴ്സ് ഓൾസോ ദ പോയറ്റ് റിമെമ്പേഴ്സ് ഇവൻറ്റ്സ് ഫ്രം ഹിസ് പാസ്റ്റ് ഇൻ ഇന്ത്യ വൈൽ ലൊക്കേറ്റ് അബ്രോഡ്. ക്വസ്റ്റ്യൻസ് ഓഫ് മെമ്മറി ആൻഡ് ഐഡൻറ്റിറ്റി പ്രൊഡോമിനേറ്റ് പോയംസ് ഇൻക്ലൂഡ് ലുക്കിംഗ് ഫോർ എ കസിനോവിൻ്റെ സിംഗ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലതിൽ വേറെ സാധനം ഉണ്ടായിരുന്നു. സെക്കൻഡ് സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് സൈറ്റ് മറന്നു പോയത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വർക്ക് മാത്രം ഓർത്ത് വെച്ചാൽ എല്ലാവരും ഉള്ളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സംസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രൈഡേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. റിവർ, ഇത് ഞാൻ ഇതിനുണ്ടാക്കിയ നോട്ടാണ്. സെറ്റിന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നോട്ടായിരുന്നു. നിങ്ങൾക്ക് അത്ര ആവശ്യമില്ലല്ലോ എന്തായാലും. ഒബീച്വറി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബീച്വറി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമാണ്. ഒബീച്വറി എന്ന് പറഞ്ഞ ഈ ഒരു വർക്ക്. ദ സ്പീക്കർ ഐറോണിക്കലി ടോക്സ് അബൌട്ട് ഹിസ് ഫാദർ ഹു ഡൈഡ് അറ്റ് എ ട്രിവിയൽ ഡെത്ത് ഓഫ് ഹാർട്ട് ഫെയിലിയർ അറ്റ് ദ ഫുഡ് മാർക്കറ്റ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബീച്വറി എന്ന വർക്കിൽ അയാൾ എങ്ങനെ മരിക്കുന്നു ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. എങ്ങനെയാണ്? ഹാർട്ട് ഫെയിലിയർ ആണ് കേട്ടോ. അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഹാർട്ട് ഫെയിലിയർ, പിന്നെ വേറെ എന്തായിരുന്നു, അൾഷിമർ, അങ്ങനെ എന്തൊക്കെയോ, ട്യൂബർക്കുലോസ്, അങ്ങനെ എന്തൊക്കെയോ 3-4 ഓപ്ഷനാണ് കൊടുത്തത്. ആൻസർ എന്താ വരിക? ഹാർട്ട് ഫെയിലിയർ ആണ് നമ്മൾ മരിക്കുന്നത്. ഇൻ ഫ്രൂട്ട് മാർക്കറ്റ് വെച്ചാൽ മരിക്കുന്നത് കേട്ടോ. അറ്റ് ഹിസ് ഡെത്ത് ഹി ലെഫ്റ്റ് ബിഹൈൻഡ് എ ടേബിൾ ഹീപ്ഡ് വിത്ത് ന്യൂസ് പേപ്പർ ഫുൾ ഓഫ് ഡസ്റ്റ്, ഡെബ്സ് ആൻഡ് ഡോട്ടേഴ്സ്. ഇയാൾ മരിച്ചു പോയപ്പോൾ ഇയാൾ എന്താ ബാക്കി വെച്ചത്? കുറച്ച് കടങ്ങളും ഒരു വയ്യാത്ത മകളെയാണ് ഇയാൾ ബാക്കി വെച്ചിട്ട് ഇയാൾ മരിച്ചു പോയത്. ദ ഗ്രാൻഡ് സൺ നെയിംഡ് ആഫ്റ്റർ ദ ഫാദർ ആൻഡ് ഡിസ്ക്രിപ്റ്റ് ഹൗസ്. ഇയാളിപ്പോൾ അന്ത് മാത്രമേ ഉള്ളൂ. ആ ഒരു തകർന്നു വീഴാൻ ആ ഒരു വീടും കുറച്ച് കടങ്ങൾ മാത്രമേ ഇപ്പോൾ ആർക്ക് ബാക്കിയുള്ളൂ? തൻ്റെ മോനും ബാക്കി വെച്ചിട്ടുള്ളൂ. ദ ഫാദേഴ്സ് ബോഡി ബേൺ പ്രോപ്പർലി ഇൻ ദ ഫയർ where his eyes appear like coins. With his പിന്നെ അത്ര തന്നെയുള്ളൊരു കാര്യമായിട്ട് പറയാൻ. പിന്നെ ദ പോയറ്റ് റീഡ് ദ റാപ്പിംഗ് പേപ്പർ ഓഫ് ജാഗറി ആൻഡ് സോൾട്ട് കെയർഫുള്ളി ദീസ് ഡേയ്സ് ടു ഫൈൻഡ് ദോസ് ലൈൻസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഒബീച്വറി. ഒബീച്വറി ആളുടെ വർക്കെന്ന് ഓർത്ത് വെക്കുക. അതിൽ മരിച്ച ആ ഹാർട്ട് ഫെയിലിയറാണ് മരിച്ചതെന്നും അത് ഓർത്ത് വെക്കുക. വേറൊന്നും പോയി നോക്കാനില്ല. പിന്നെ കമലദാസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കമലദാസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുന്നൊക്കെ. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് ലീഡിങ് മലയാളം ഓതർ. ഇപ്പോൾ പുന്നരിക്കുളം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല മാത്രം നോക്കിയാൽ മതി. അസ്യൂം നെയിമിലോ കമലദാസും വേണ്ട. ഷോർട്ട് ലിസ്റ്റ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1984. നമ്മളെ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറിന് ആൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രാവശ്യം 1984, ബട്ട് ഷി ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്. ഫസ്റ്റ് വണ് മേജർ പോയംസ് സമ്മർ ഇൻ കൽക്കട്ട. അതൊരു കളക്ഷനാണ്. 1965 കളക്ഷൻ വരുന്നത്. അതിൽ പെട്ട പോയമാണ്. അതിന് ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇമ്പോർട്ടൻ്റ് ആണ്. സൺഷൈൻ ക്യാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സമ്മർ ഇൻ കൽക്കട്ട ഒരു പ്രാവശ്യം ചോദിച്ചത് ഏത് കളക്ഷനിലാണ് ഈ പോയം പെട്ടുള്ളതാണ്, അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പോയം. അടുത്ത പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വേർഡിൽ ആ ഇതിൽ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ട്. ആരാ ആ ലീഡർ? നെഹ്റുവിനെ കുറിച്ച് പറയേണ്ട ആ ഒരു വർക്കിൽ. അപ്പോൾ അതായിരുന്നു പിന്നത്തെ ചോദിച്ച പ്രാവശ്യം ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓർത്ത് മറന്നു പോകണ്ട. ആൻഡ് ഇൻട്രൊഡക്ഷൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് റെമിനിസെൻസ് ഓഫ് ദ പോയറ്റ്സ് ഗ്രാൻഡ് മദർ ആൻഡ് ദെയർ അൻസിസ്ട്രൽ ഹോം അറ്റ് മലബാർ ഇൻ കേരള റിമെമ്പേഴ്സ് യുവർ ഓൾഡ് ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ ഹെർ. പിന്നെ സൺഷൈൻ ക്യാറ്റും. പിന്നെ ദ ആൻസ് ഓഫ് ദി യൂണിസ് ഇൻ ലവ്, വിൻ്റർ, ടു ഏർലി, ദ ഓട്ടം സ്പ്രിങ്, ദ എൻഡ് ഓഫ് സ്പ്രിങ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആളുടെ ബാക്കി വർക്കുകൾ കേട്ടോ. ഇതിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അതുപോലെ തന്നെ ദ സൺഷൈൻ ക്യാറ്റ് ഓർത്ത് വെക്കുക. ആൻഡ് ഓൾസോ നോട്ട് ദ കളക്ഷൻ ഓഫ് ദ പോയംസ് സമ്മർ ഇൻ കൽക്കട്ട. ഇൻട്രൊഡക്ഷൻ പറയാം.
ഡിഫൻസ് ഓഫ് റൈറ്റിംഗ് ഫോർ റൈറ്റിംഗ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ്. ഇത് എന്തിനാ വെച്ചാൽ ഈ പോയതുള്ള കാരണം എന്താ വെച്ചാൽ ഇവള് ഇംഗ്ലീഷിലായിരുന്നു ആ സമയത്ത് കുറച്ച് പോയംസ് ചെയ്തിട്ടുണ്ടായത്. അതിനെതിരെ കുറച്ച് ക്രിറ്റിക്സ് എന്ത് ചെയ്തു, ഇവളെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്തു. ആ സമയത്ത് ഇവൾ എഴുതി അതിനൊരു ഒപ്പോസ് ചെയ്തൊരു പോയമാണ് എന്ത് ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പോയം. ദ പോയം ഈസ് എ സ്ട്രോങ് റിമാർക്ക് ഓൺ പെട്രിയാർക്കൽ സൊസൈറ്റി പ്രിലവൻറ്റ് ടുഡേ. ഇതൊക്കെ ഇതിലൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിലനിന്ന പെട്രിയാർക്കൽ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങിയ വർക്കുകളൊക്കെ ഇവിടെ എഴുതുന്നു കേട്ടോ. The poet says that she is not interested in politics but claims that she can name all the people who have been power and right from the time of Nehru. അതുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പേര് കൊടുത്തുകൊണ്ടാണ് അന്ന് ആ ക്വസ്റ്റ്യൻ വന്നതിൽ കേട്ടോ. ഇവിടെ പറഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്സ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം, നെഹ്റു മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും എനിക്കറിയാം. അതിന് ഇതിങ്ങനെ പറയുന്ന കാരണം നെഹ്റു എന്ന് പേരെടുത്ത് പറയുന്ന കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് വി നോ ദാറ്റ് മോസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അറ്റ് ദാറ്റ് ടൈം വർ മെൻ അല്ലേ. അന്ന് വുമൻ ലീഡേഴ്സ് കുറവായിരുന്നു. ആ ഇന്ദിരാഗാന്ധി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആരും വുമൻ ലീഡേഴ്സ് കുറവായിരുന്നു ആ സമയത്ത്. ഉണ്ടാവും ഇല്ല എന്നല്ല, പക്ഷെ വളരെ കുറവായിരുന്നു ആ സമയത്ത് ഉണ്ടായ ലീഡേഴ്സൊക്കെ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ പറയാനുള്ള കാരണം. സോറി, ഇവളല്ല, കമലദാസ് അല്ലെങ്കിൽ നമ്മുടെ മാധവിക്കുട്ടി. Thus, she indirectly states that fact that politics in the country is a game of few chosen elite who ironically rule a democracy. Next, she describes herself. She is an Indian, born in Malabar and very brown in color. The car പോയിട്ട് വരുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആണ് കേട്ടോ. I am an Indian, born in Malabar and very brown in color. In this line, she states that the typical women in an Indian society, ഒരു ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള typical women കുറിച്ച് പറയുന്ന സംഭവമാണ്. She speaks in 3 languages. മറന്നു പോകണ്ട. Writes in 2 and dreams in 1. ഏതൊക്കെയാ അവർക്ക് സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതൊക്കെയാ? 3 മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ഒരു ഭാഷ സംസാരിക്കുക. ഇവിടെ ഏതും ഭാഷ സംസാരിക്കുന്നവളെ അറബിയൊന്നുമല്ല. എനിക്ക് എപ്പോഴും അവളെ വായിൽ വരുന്നുണ്ട്, സോറി. ഏതാണ് സംസാരിക്കുന്നത്? കമല സംസാരിക്കുന്നത് മറ്റു ഭാഷ എന്തായിരുന്നു? എനിക്കൊരു ടാസ്ക്കാണ് കേട്ടോ, അത് കണ്ടെത്തി വരാം. സ്റ്റാർട്ട് ഫ്രം ഹിന്ദിയാണ് കേട്ടോ അടുത്ത ലാംഗ്വേജ്. ദിസ് മീൻ ദ ഡെസ്പൈറ്റ് അവർ ഡിഫറൻസസ് ഓഫ് ഡ്രീംസ് ഹാവ് ദെയർ ഓൺ യൂണിവേഴ്സൽ ലാംഗ്വേജ്. പിന്നെ പറയുന്നുണ്ട് അവിടെ ലാംഗ്വേജ് ഹാഫ് ഹിന്ദിയാണ് ഹാഫ് ഇംഗ്ലീഷാണ്, ബട്ട് ഇറ്റ് ഈസ് ഹോണസ്റ്റ്. അത് നല്ലതാണ്. അതായത് എൻ്റെ ലാംഗ്വേജ് നിങ്ങൾ പറഞ്ഞ പോലെ അത്ര ഇതൊന്നുമല്ല, പ്യൂർ ഒന്നുമല്ല, ബട്ട് ഇറ്റ് ഈസ് ഹോണസ്റ്റ്. അതെന്താണ് ഒരു സത്യസന്ധമായ സംഭവമാണ് പറയണത്. പിന്നെ പോയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ, ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസും ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോയറ്റ് റിമെമ്പർ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹോം ഫാർ അവേ ഫ്രം വെയർ ഷീ കറൻ്റ്ലി റിസൈഡ്സ്. ആക്ച്വലി ഷീ റിസൈഡ്സ് ഇൻ ലണ്ടൻ അറ്റ് ദിസ് ടൈം. അവൾ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല, എൻ്റെ ഭർത്താവ് ലണ്ടനിൽ അവിടെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്നൊരു പോയമാണിത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. ഹിയർ ഷീ റിസീവ്സ് ലവ്, ഫെൽറ്റ് സെക്യൂർ ആൻഡ് വാസ് ലവ്ഡ് ബൈ ഓൾ. ഇവിടെ നിന്നായിരുന്നു, ഈ സമയത്തായിരുന്നു എല്ലാവരും സ്നേഹിക്കപ്പെട്ടതും അതുപോലെ കെയർ കിട്ടിയൊക്കെ ഇവിടെ നിന്നായിരുന്നു പറയുന്നുണ്ട്. ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ ഡൈഡ് ദ ഹൗസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രീഫ്. പിന്നെ പറയുന്നത് വേറെ വർക്ക്സ് പറയണമെങ്കിൽ ദ ഡിസെൻഡൻസ് ആൻഡ് ദി ലുക്കിംഗ് ഗ്ലാസ്, മെഗോഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ കമലദാസിൻ്റെ ബാക്കി വേറെ കുറച്ച് വർക്കുകളാണ് ഇതൊക്കെ കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ, മറന്നു പോകണ്ട. പിന്നെ മൈ സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്. മൈ സ്റ്റോറി ഓട്ടോബയോഗ്രഫി വർക്കാണ് മൈ സ്റ്റോറി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മൈ സ്റ്റോറി നമ്മളിപ്പോഴത്തെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യന് എന്നാൽ കണ്ടില്ലേ? മൈ സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. An autobiographical work originally published in Malayalam titled എൻ്റെ കഥ, a chronologically ordered narrative written realistic style. Alphabet of lust important ആണ് കേട്ടോ. പിന്നെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് കമലദാസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് പറയാൻ ഏതുമില്ല. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടെങ്കിലും പോവാം. പിന്നെ മീന അലക്സാണ്ടറുടെ 1-2 വർക്ക് പഠിക്കാനുള്ളൂ. ഹൗസ് ഓഫ് 1000 ഡോർസ് എന്ന് പറഞ്ഞ വർക്ക് പഠിക്കാനുണ്ടായിരുന്നു നമുക്ക് ഡിഗ്രിക്ക് അങ്ങോട്ട് അല്ലേ, പഠിച്ചിട്ടുണ്ടായാലും. ഹൗസ് ഓഫ് 1000 ഡോർസ് നമ്മുടെ ഇന്ത്യയുടെ ഇത് പറയുന്നൊരു വർക്കാണത്. എന്താണ് ഇന്ത്യയുടെ എന്താ പറയുക, ഇപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയില്ലേ, ഇന്ത്യയുടെ കൾച്ചേഴ്സ്. അപ്പോൾ അതൊരു വർക്കാണ്. ഇന്ത്യയുടെ എല്ലാ മതക്കാരും നമ്മളെ ഇന്ത്യയിൽ സ്വാഗതം ചെയ്യുന്നു, അങ്ങനെ സിസ്റ്റം അതൊരു വർക്കാണ്. അത് പഠിച്ചിട്ടുണ്ടോ അവർക്ക്?
Mia Alexander was born in Allahabad in a Syrian Christian family from Kerala. In her childhood, the family shifted to Sudan. Now she lives in New York. ഹൗസ് ഓഫ് തൗസൻഡ് ഡോർസിൻ്റെ ഒരൊറ്റ വർക്ക് പോയി കളക്ഷനാണ്. ദെൻ അടുത്ത വർക്ക് എന്ന് പറയാൻ ബാക്കിയുള്ള അത്ര വർക്കും ഇമ്പോർട്ടൻ്റ് അല്ല. നോവലുകൾ 3 ഇമ്പോർട്ടൻ്റ് ആണ്. മൻഹാട്ടൻ പാലസ്, നാമ്പള്ളി റോഡ്, ഫോൾട്ട് ലൈൻസ്. ഇത് ഇയാളുടെ നോവലുകൾ അത് 3 നമ്മൾ നോക്കി വെക്കണം, അത് വിട്ട് കളയരുത് കേട്ടോ. പിന്നെ ഹൗസ് ഓഫ് തൗസൻഡ് ഡോർസ് പറയുന്നത് വെച്ചാൽ എക്സ്പ്ലോസ് ദ എഫക്ട്സ് ഓഫ് കോളനൈസേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ദിസ് പെർട്ടിക്കുലർ ഹൗസ് ഓഫ് 1000 ഡോർസ് റെഫറിംഗ് ടു ഇറ്റ്സ് വൈബ്രൻസി ആൻഡ് ഇറ്റ്സ് ഓപ്പൺനെസ് ടു ഗസ്റ്റ് ഫോറിൻ ഐഡിയാസ് ആൻഡ് ന്യൂ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. ഈ വർക്ക് പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാവർക്കും എന്ത് തുറന്നു വെച്ച് കൊടുത്തു, നമ്മുടെ ഡോറ് തുറന്നു വെച്ച് കൊടുത്തു. വി ഓപ്പൺ അവർ ഡോർസ് ടു എനി വൺ ആൻഡ് ദേ കം ആൻഡ് ദേ ലൂട്ടഡ്. അവർ വന്നു, പക്ഷെ അവരെന്ത് ചെയ്തു, നമ്മളെ കോളനൈസ് ചെയ്തു അല്ലേ. അങ്ങനെ അത് പറയുന്ന അതിൻ്റെ നമ്മുടെ ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ ഒരു അതൊരു വർക്കാണ് എന്ത് ഈ ഹൗസ് ഓഫ് തൗസൻഡ് ഡോർസ് എന്ന് പറയുന്നത്. പോകുന്നുണ്ടോ? ഈ വർക്ക് കേട്ടോ, നമ്മളെ കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് അതിനെ കുറിച്ച് ചെയ്ത വർക്കാണ് എന്ത് ഈ ഹൗസ് ഓഫ് തൗസൻഡ് ഡോർസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. ദ ടൈറ്റിൽ ഓൾസോ സിഗ്നിഫൈസ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് ഇനേറ്റ് യൂണിറ്റി ഓഫ് ഇന്ത്യ. എല്ലാവരെയും നമ്മൾ സ്വീകരിച്ചിട്ടല്ലേ ഉള്ളൂ ഇത്രയും കാലം. വന്നവരൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വീകരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന വർക്കാണ് എന്ത് ഈ ഹൗസ് ഓഫ് തൗസൻഡ് ഡോർസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. നമ്മുടെ പോയട്രി സെക്ഷൻ കേട്ടോ. അപ്പോൾ പോയട്രി സെക്ഷൻ നമുക്ക് ഇത്ര നോക്കാനുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇതാണ്, ഏത് നോവൽസും പ്രോസും ഉണ്ട്. നമ്മുടെ കാന്തപുര, സർപ്പനന്തി റോപ്പ്, ഇങ്ങനെ പറഞ്ഞ പോലെ മറ്റേ മിൽക്ക് രാജ ആനന്ദ് രാജാറാവിൻ്റെ കുറച്ച് നോവൽസൊക്കെ നോക്കാനുണ്ട്. അതും കൂടി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റൈറ്റേഴ്സ് ഓൾമോസ്റ്റ് കഴിയും. പിന്നെ അത് ആഫ്രിക്കനും ഐറിഷും അമേരിക്കനും ആണ് കേട്ടോ ബാക്കി ഉണ്ടാവുക. അത് നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം. ഇന്നലെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ എത്തിയോ? ഇഫ് ലേണിംഗ് ഫങ്ഷണൽ ലാംഗ്വേജ് നമ്മൾ നിർത്തി അല്ലേ? കഴിഞ്ഞു ഇല്ലല്ലോ. If learners are assigning marks or providing feedback to other learners, they are engaged in. 56 okay. 56 56 കഴിഞ്ഞല്ലോ. നമ്മൾ ഇവിടെ എത്തിക്കണല്ലോ, ഫങ്ഷൻ ലാംഗ്വേജ് എത്തിയിട്ടുണ്ടല്ലോ. ഇത് പറയും എന്തായാലും. If learners are assigning marks or providing feedback to other learners, they are engaged in which evaluation? അതായത് പിയർ ഇവാലുവേഷൻ. ഇതൊക്കെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മറന്നു പോകണ്ട. മോസ്റ്റ് ഓഡിയോ ലിംഗ്വൽ മെറ്റീരിയൽസ് ആർ ഡിസൈൻഡ് ടു ഹെൽപ്പ് ലേണേഴ്സ് ഡെവലപ്പ് ദെയർ ഓഡിയോ ലിംഗ്വൽ. ആദ്യം ഓർത്ത് വെക്കുക. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. വെരി ഗുഡ്. The study of rules related to proper sentence formation is called. The study of rules related to proper sentence formation. നിങ്ങൾക്ക് എടുക്കാത്ത പോർഷൻ ആണ് കേട്ടോ, എടുത്തിട്ടില്ല. അത് ഒരു ഗസ്റ്റിംഗ് നടത്താം. എന്താ സിൻടാക്സ് ആണ് കേട്ടോ. സെമാൻറ്റിക്സ് അല്ല. സെമാൻറ്റിക്സ് മീനിങ് ഫുൾ സെൻറ്റൻസ് അല്ല. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് സെമാൻറ്റിക്സ്. ഇത് സിൻടാക്സ് ആണ് കേട്ടോ. അടുത്ത വിച്ച് ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ലാംഗ്വേജ് യൂസ് ടു ടോക്ക് അബൌട്ട് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വിളിക്കുന്ന പേരെന്താ? എന്തായാലും ടാർഗറ്റ് ലാംഗ്വേജ് അല്ല, ഹോൾ ലാംഗ്വേജും അല്ല, സൈൻ ലാംഗ്വേജും അല്ല. ഏതാണ്? മെറ്റാ ലാംഗ്വേജ്. എ ഫോം ഓഫ് ലാംഗ്വേജ് ഓർ സെറ്റ് ഓഫ് ടേംസ് യൂസ്ഡ് ഫോർ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓർ അനാലിസിസ് ഓഫ് അനദർ ലാംഗ്വേജ് കേട്ടോ. ഇതിൽ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയുന്നല്ലേ. ടാർഗറ്റ് ലാംഗ്വേജ് എന്താണ്? ഇത് കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ്. അടുത്ത സൈൻ ലാംഗ്വേജ് എന്താ? അത് നമുക്കറിയാം. സൈൻ ലാംഗ്വേജ് പറയാം നമ്മൾ ഈ എന്താണ് പറയാം നമ്മൾ വെക്കുമല്ലോ, ആംഗ്യഭാഷ. അടുത്ത ക്വസ്റ്റ്യന്, ടീച്ചർ യൂസസ് ഓൺലി ഇംഗ്ലീഷ് ബട്ട് സ്റ്റുഡൻസ് ക്യാൻ യൂസ് ഇംഗ്ലീഷ് ഓർ ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. ദ ടീച്ചർ ഡസ് നോട്ട് correct mistakes when students speak English. Students can start speaking English when they are really ready. This is known as task based learning, grammar translation approach, natural approach ആണ് കേട്ടോ. അടുത്തത് അത് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്തൊക്കെ കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്? ദിസ് അപ്രോച്ച് എംഫസൈസ് ദ യൂസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ means of communication, focusing on developing students' speaking
ആൻഡ് ലിസണിങ് സ്കിൽസ് ത്രൂ ഒത്തൻറ്റിക് റിയൽ വേൾഡ് ആക്ടിവിറ്റീസ്. ഇതായിരുന്നു ഇപ്രാവശ്യം HSK എന്ന ക്വസ്റ്റ്യൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്തേതാ ടാസ്ക് ബേസ്ഡ് അപ്രോച്ച്. ഇവിടെ എന്താ എന്തിനുണ്ടാവും, ഒരു ടാസ്ക് ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കും, അതിന് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതിലെന്ത് വരിക, ഈ ആക്ടിവിറ്റിയിൽ വരിക. അടുത്തത് എന്താണ് കണ്ടന്റ് ബേസ്ഡ് അപ്രോച്ച്. ഇതെന്തുണ്ടാവും, ദിസ് അപ്രോച്ച് ഇൻ്റഗ്രേറ്റ്സ് ലാംഗ്വേജ് വെൻ ലേണിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് സബ്ജക്ട് മാറ്റർ സച്ച് എസ് സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് ഓർ ലിറ്ററേച്ചർ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യൂലേ രണ്ട് സബ്ജക്റ്റുകളുമായിട്ട്, അതിന് വിളിക്കുന്ന പേരെന്ത്, കണ്ടന്റ് ബേസ്ഡ് അപ്രോച്ച്. മറന്നു പോകേണ്ട. അടുത്ത് ഗ്രാമർ ട്രാൻസ്ലേഷൻ അപ്രോച്ച് എന്താണ്, ട്രഡീഷണൽ അപ്രോച്ച് ഫോക്കസ് ഓൺ മെമ്മറൈസിങ് ആൻഡ് ദ എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് ഓഫ് ഗ്രാമർ റൂൾസ്. നമ്മൾ ആദ്യം പഠിച്ച സംഭവം മെത്തേഡാണ്. അടുത്ത് ഓഡിലിംഗൽ അപ്രോച്ച് ആണെങ്കിൽ ദിസ് അപ്രോച്ച് എംഫസൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ത്രൂ റിപ്പീറ്റേറ്റീവ് ഡ്രിൽസ് ആൻഡ് പാറ്റേൺ പ്രാക്ടീസ്. ലെക്സിക്കൽ അപ്രോച്ച് എന്താ, ദിസ് അപ്രോച്ച് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് വൊക്കാബുലറി ആൻഡ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ കോണ്ടെക്സ്റ്റ് വിത്ത് എൻ എംഫസൈസ് ഓൺ നാച്ചുറൽ ലാംഗ്വേജ് യൂസ്. മിനിസ്ട്രി അപ്രോച്ച് ഓൾറെഡി പഠിച്ചതാണല്ലേ. എക്സാമ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഡിസോർഡർ. ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണ് എന്തല്ല, ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ആണ്. ADHD എന്താ, അറ്റൻഷൻ ഡെഫിസിറ്റ്. ഓക്കെ. ഡെഫിഷ്യൻസി. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്താ, അതൊരു ഡെവലപ്മെൻറ്റൽ ഓട്ടിസം. ഓട്ടിസം അതൊരു ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണ് കേട്ടോ. വെരി ഗുഡ്. According to Noam Chomsky, language learning is a process of. Noam Chomsky's Rule formation. Noam Chomsky is a renowned linguist. Rule formation answer. Chomsky believes that all languages share a common set of underlying rules which are refers to as universal grammar (UG). According to Noam Chomsky, these rules are hardwired into the human brain and allow us to acquire and produce language rapidly and without explicit instruction. They needs and interest the students reactive receive priority and the teacher's role is a facilitator in which type of learning. Teacher's role is a facilitator area. Student centered. Very good. അടുത്തത് which theory stresses the importance of integrating listening, speaking, reading and writing. ഏതിലാണ് ഇതെല്ലാം കൂടി വരുന്നില്ല, Whole language hypothesis. ഇതിൽ എല്ലാ ഹൈപ്പോത്തസിസും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കി നാളെ ചെയ്യാം കേട്ടോ. ബെല്ല് പഠിക്കും അവിടെ, എനിക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇന്ന് ചിലപ്പോൾ 4 മണിക്കൂർ ക്ലാസ്സും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കി നാളെ ചെയ്യും കേട്ടോ. Okay, sir. ഓക്കെ.